തലസ്ഥാനത്ത് വീണ്ടും വിർച്വൽ അറസ്റ്റ് എന്ന വാർത്ത വരികയാണ്. വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും 20 ലക്ഷം രൂപ തട്ടാനായിരുന്നു ശ്രമം. കള്ളപ്പണം വെളുപ്പിക്കൽ, ദേശവിരുദ്ധ ഇടപാട് എന്നിവയിൽ പങ്കുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഭീഷണി. പിന്നാലെ താൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നെന്നും 24 വയസ്സുകാരൻ വെളിപ്പെടുത്തുന്നു. തിരുവനന്തപുരത്ത് നിന്നും രാഹുൽ ജിനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. രാഹുൽ, ഒരുപാട് മുന്നറിയിപ്പുകൾ സർക്കാർ തന്നെ, എത്രയോ വാർത്തകൾ ഇത്തരത്തിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒന്നേ ഇല്ല എന്ന് ഒരുപാട് ഈ അലർട്ടുകൾ നൽകുന്ന ഒരു സമയത്ത് പോലും ഇങ്ങനെ തട്ടിപ്പിന് ശ്രമം. ഈ 74 വയസ്സുള്ള ആളാണ്. ആ വ്യക്തിയെ എങ്ങനെയാണ് തട്ടിപ്പിക്കാൻ ശ്രമം നടന്നത്? എവിടെ വെച്ചായിരുന്നു? എന്നായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഇത് ഫോൺ കോളിലാണ് തട്ടിപ്പ് വരുന്നത്. ഡിസംബർ 17-ാം തീയതി ആദ്യ കോൾ വരുന്നു. 24-ാം തീയതി മുതൽ ഈ സമ്മർദ്ദമാണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. അപ്പോൾ സമ്മർദ്ദത്തിന് വിധേയനാകുന്നു, അല്ലെങ്കിൽ അതിൽ വീണു പോകും എന്ന് കരുതിയാകാം 24-ാം തീയതി മുതൽ നിരന്തരം കോളുകൾ വരുന്നുണ്ട്. അതിൽ അവർ പറയുന്ന കേസുകൾ കേട്ട ഘട്ടത്തിൽ തന്നെ വലിയ പേടിയുണ്ടായി. അതിനുശേഷം പറയുന്നത് ഈ കർണാടക, മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചുള്ള 2 അക്കൗണ്ട് നമ്പറുകൾ കൊടുക്കുകയാണ്, ഇതിലേക്ക് അയക്കാൻ പറയുകയാണ്. ഇപ്പോൾ 74 വയസ്സുകാരാണ്. അപ്പോൾ നേരിട്ട് ബാങ്കിൽ പോയി ചെയ്യാം എന്ന് തീരുമാനിച്ചെടുത്ത് മാത്രമാണ് ഇതിൽ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ബാങ്കിലെ മാനേജർക്ക് സംശയം ഉണ്ടാകുന്നത്, എന്തിനാണ് ഇദ്ദേഹം ഇത്തരത്തിൽ ട്രാൻസാക്ഷൻ ഒന്നും ചെയ്യാറില്ല, ബന്ധുക്കളൊന്നുമില്ല. അങ്ങനെ സംശയം തോന്നി കാര്യം അന്വേഷിച്ചപ്പോഴാണ് തുറന്നു പറയാനൊരു ആളെ കിട്ടുന്നത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായി ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് കുറച്ച് നാളുകളായി. പിന്നീട് ഈ വാർത്തകൾ അല്ലെങ്കിൽ കൊടുക്കുന്ന മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ചില്ലേ എന്താണെന്ന് അറിയില്ല. പക്ഷേ നേരിട്ടെത്തുമ്പോഴേ ഇതിന്റെ പ്രശ്നം അറിയൂ എന്നുള്ള ഒരു കാര്യമുണ്ട്. പറയുന്നുണ്ട് ആത്മഹത്യ പോലും ഞാൻ ചെയ്യാൻ തയ്യാറായി എന്ന് പറയുമ്പോൾ അത്രമേലൊരു സമ്മർദ്ദം, അത്രമേലൊരു ഭീഷണി ഇതൊക്കെ ഉണ്ടാവുകയായിരുന്നു. തീർച്ചയായും അത് തന്നെയാണ്. നമുക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ആനന്ദകൃഷ്ണൻ തിരുവനന്തപുരം ബ്യൂറോയിൽ ഇരിക്കുമ്പോൾ ഒരു കോള് വരുന്നത്. ആ കോള് ഹിന്ദിയിലാണ്. ആദ്യം മനസ്സിലാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കും. കാരണം ആദ്യം പറയുന്നത് ഏതെങ്കിലും വലിയ കേന്ദ്ര വകുപ്പിന്റെ പേരുകളായിരിക്കും. നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കും. സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അപ്പോൾ എന്തായാലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് കാണും. അങ്ങനെ ആകെ ആശയക്കുഴപ്പത്തിലാക്കി ആത്മഹത്യ ചെയ്യാനുള്ള വക്കിലേക്ക് പോലും തള്ളിവിട്ടാണ് ഈ പണം വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഇതൊരു ആസൂത്രിതമായ 24 വയസ്സുകാരൻ ഈ വിഷയം ആരുമായിട്ടും, ബന്ധുക്കളോട് ആരോടും ഷെയർ ചെയ്തില്ല. നിലവിൽ ആരുമായിട്ടും ഷെയർ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പോഴും തനിക്ക് ആ കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ പ്രതികരണം പോലും എടുക്കാൻ പോകാത്തത്. ഇപ്പോഴും ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ബാങ്ക് മാനേജർ എന്ന് പറയുന്ന വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ആ പണം നഷ്ടപ്പെട്ടാന്, ആ തട്ടിപ്പ് സംഘം വിലസിയാന്, ഇതിൽ നിന്ന് അടുത്ത കണ്ണിയിലേക്ക് പോയാനേ എന്നുള്ളത്. തീർച്ചയായും നമ്മൾ പ്രേക്ഷകർക്ക് കൂടി നമുക്കൊരു ഈ രീതിയിൽ, കാരണം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് അലർട്ടുകൾ, കാരണം പരസ്യം പോലും ഇപ്പോൾ നൽകുന്നുണ്ട് കേന്ദ്ര സർക്കാർ. പല പരസ്യങ്ങൾ നമ്മുടെ ടെലിവിഷൻ ചാനലിലൂടെയും അല്ലാതെയൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് അലർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ ഒരിക്കൽ കൂടി, കാരണം ഇത്തരം സംഭവം വരുമ്പോഴാണല്ലോ ഇനിയും അത് പൂർണ്ണമായിട്ട് നമുക്ക് തുടച്ചു നീക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു സാഹചര്യം വരുന്നത്. അപ്പോൾ ജനങ്ങൾ, പ്രേക്ഷകർ എങ്ങനെ ശ്രദ്ധിക്കണം? തീർച്ചയായും ഇത് തന്നെയാണ്. കാരണം ഈ OTP നമ്പർ, അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്യാതെ OTP നമ്പർ വരില്ല. ബാങ്കിൽ നിന്ന് ഒരു പേഴ്സണൽ നമ്പറിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് അവർ ഫോണിലൂടെ ബന്ധപ്പെടാറില്ല. ബാങ്കുകാർ നേരിട്ട് പോയി കാര്യങ്ങൾ ചെയ്യാനേ പറയൂ, അല്ലെങ്കിൽ അതിന് അധികാരപ്പെട്ടവർ കൃത്യമായ അറിയിപ്പ് കൊടുത്ത് മാത്രമേ നമ്മൾ മുന്നിലേക്ക് വരൂ. അപ്പോൾ അതാണ് തിരിച്ചറിയേണ്ടത്. അല്ലാതെ ഒരു ഫോൺ കോൾ വഴിയോ അല്ലെങ്കിൽ മറ്റ് മെസ്സേജുകൾ വഴിയോ ഒന്നും ഈ ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മോട് സംവദിക്കാൻ, ആശയവിനിമയത്തിന് വരില്ല എന്ന ഒരു സാമാന്യമായ ഒരു യുക്തി നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. തീർച്ചയായും അതാണ് തലസ്ഥാനത്തെ വാർത്ത നൽകുന്ന ജാഗ്രത. ഇതാണ് വീണ്ടും ഒരു വിർച്വൽ അറസ്റ്റ് എന്ന വാർത്ത വരുമ്പോൾ അതിന് ഇരയായത് വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ആ സർക്കാർ ഉദ്യോഗസ്ഥൻ രക്ഷപ്പെട്ടു. കഷ്ടിച്ച് 20 ലക്ഷം രൂപ തട്ടാനായിരുന്നു ശ്രമം ഉണ്ടായത്. വിവരങ്ങളാണ് രാഹുൽ ജി നാഥ് നൽകിയത്.